അത് കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞ് ഒത്തുകല്യാണത്തിന് റാന്നിലോട്ട് എല്ലാവരോടും വരിക. അന്നത്തെ കാലത്ത് പെണ്ണുങ്ങളൊന്നുമില്ല, ആണുങ്ങൾ തന്നെയാ വരുന്നത്. എല്ലാവരോടും വന്നപ്പോഴത്തേക്ക് റാന്നിയില് മുണ്ടപ്പിളാക്കൽ അച്ഛനുള്ള വീടാ. അവിടെ വിളമ്പുകയല്ല, കള്ള് കൊടുക്കുകയല്ല. അപ്പൊ എന്റെ മൂത്ത ആങ്ങളെ മത്തായിക്കുഞ്ഞ് വീട്ടിൽ വന്നു ഓടി വന്നു ഡാഡിയോട് പറഞ്ഞു, എന്റെ പൊന്നു ഡാഡി പൗരക്കാർ വരുമ്പം കള്ളു കൊടുത്തില്ലേ ഞങ്ങൾക്ക് തെറി കിട്ടും, അതുകൊണ്ട് ഡാഡി അത് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇവര് ഒത്തുകല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ റാന്നി വന്ന് എല്ലാവരുടെ കൂടി കള്ള് കുടിച്ചാണ് മുണ്ടപ്പിളാക്കിലോട്ട് പോയത്. മുണ്ടപ്പിളാക്കി കള്ള് കയറ്റുകയല്ല, അന്ന് അച്ഛനുള്ള സമയം, അതുകൊണ്ട് അവിടെ കള്ള് കയറ്റുകയല്ല. അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു നിധിയാണ് ഞങ്ങൾ സൈർമ. താങ്ക് യു. കൊല്ലുകാണാൻ വരുമ്പോൾ ഭയങ്കര നാണമായിരുന്നു. ഇങ്ങനെ വിധിയൊക്കെ അവിടെ നിന്ന് ഹേരന്മാരും എന്നൊക്കെ ഞെട്ടി ഒരു ഇഞ്ഞേര് അത് കഴിഞ്ഞ് ഒത്തുകല്യാണത്തിന് ഒത്തുകല്യാണത്തിന് ഞങ്ങൾ കള്ളി കൊടുക്കുകയും തീരുമാനിച്ചു. അവിടെ വന്നിട്ട് ഞങ്ങൾ കുഞ്ഞിന്റെ പാട്ടും ബഹളം കത്ത് കല്യാണത്തിന് മദ്യമില്ലാത്ത ഒത്തുകല്യാണം അങ്ങനെ വലിയൊരു പാട്ടുമൊക്കെ പാടി കവനക്കാരുടെ കണ്ണമ്പലത്തിൽ എന്റെ അമ്മാച്ചനാണ് കണ്ണമ്പലത്തിലെ ഗവൺമെന്റിലെ എന്റെ അമ്മായിയാണ്. ഇങ്ങനെ ഒരു മാത്രമാണ് ഈ കല്യാണം ഉണ്ടായത്. അങ്ങനെ വന്നതും ഞങ്ങളെല്ലാം കിടന്ന് ഈ സമയത്താണ് അന്ന് ഈ നമ്മുടെ നാട്ടിലും വണ്ടി ബസ്സുകളും വരാൻ. ഞങ്ങളെ ഈ സീസൺ അവിടെ ശബരിമലക്കാരുടെ വണ്ടി കിടപ്പുണ്ടായിരുന്നു. ആ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തത് ആ വണ്ടിയാണ് ഞങ്ങൾ വന്നത്. ശബരിമലക്കാരൊക്കെ വന്ന ഒരു ആഴ്ചയൊക്കെ അവിടെ കിടക്കും. ഞങ്ങളെല്ലാം ആ വണ്ടിയെ കടറത്ത് വന്നു കല്യാണം കഴിഞ്ഞു കൊണ്ടു. അങ്ങനെ കുമരകത്ത് ഞങ്ങൾ യാക്കോബക്കാരെ കൊണ്ട് കത്തോലിക്ക് ഞങ്ങൾ പെണ്ണെ കൊടുത്തു. അനാവതം പറ്റി. വേറെ വിഷയം പിന്നെ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും സ്നേഹമാണ് എന്ന് വിളിക്കും. എല്ലാ ദിവസവും വിളിക്കും. അങ്ങനെ സന്തോഷം. കല്യാണത്തെ ഓർമ്മയൊന്നുമില്ല കേട്ടോ. ഞങ്ങളൊക്കെ അത് കൊച്ചല്ലോ. കാരണം ജനതൊക്കെ ചുണ്ടിയിൽ ചോറൂട്ടിയാണ്ടാ പെണ്ണുകാണാൻ പോയിട്ടില്ല. അവിടെ പോയി കൊണ്ടുപോയിട്ട് മക്കളെ കണ്ട് എല്ലാം തയ്ച്ചപ്പായി. പിന്നെ വേറൊന്നും പറയാനില്ല. ഒറ്റയ്ക്ക് ഒരു പേരിന് പോയത് മാത്രമുണ്ട്. ഞങ്ങൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെന്താ അതിന്റെ മുകളിൽ പറയാനില്ലല്ലോ. ഞങ്ങൾ ആദ്യം ഒത്തിരിയാണെന്ന് ആദ്യം പറഞ്ഞ് അങ്ങോട്ട് പോയി. ഇവിടുന്ന് കള്ളടിച്ചായിട്ടുള്ള ടീമിനെയൊക്കെ സെലക്ട് ചെയ്താണ് പോയത്. ഇപ്പം മമ്മി അവിടുന്ന് ഡാഡി എല്ലാ സെറ്റപ്പ് സ്കോച്ച് വെച്ചിട്ടുണ്ട് ഒക്കെ അവിടെ പണിയെല്ലാം കഴിഞ്ഞാൽ അവർക്ക് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഓരോന്ന് അടിച്ച് കഴിഞ്ഞപ്പം നല്ലത് അങ്ങോട്ട് പറയുന്നുണ്ട്. വേണ്ട അവിടെ ചെല്ലുമ്പോ അടിക്കണ്ടേ എന്ന് പറഞ്ഞ് ഓരോന്നും ഒന്നരയൊക്കെ ആയിട്ട് അടിച്ചങ്ങ് പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ ചെന്നപ്പോഴാണ് സംഭവം അച്ഛനുള്ള വീണ എന്നൊക്കെ പറഞ്ഞുള്ള ഇതാന്ന് കൃത്യമായിട്ട് അറിയാവുന്നത്. പിന്നെ ആകെ പ്രശ്നമായി തിരിച്ചൊന്ന് ഡാഡിയോട് ചോദിക്കാമോ. പിന്നെ ഇച്ചിരി 10 കിലോമീറ്ററിന്റെ അകലമുണ്ട്. പിന്നെ തിരിച്ചുകൊണ്ട് വന്നപ്പം പാമ്പാടിയിലാണോ അതുപോലെ അവിടെയൊക്കെ റൂം ഷാപ്പിൽ കയറി പ്രയാസം തീർക്കാൻ വേണ്ടിട്ട് ചേർത്തല പപ്പ അന്ന് വിളിക്കുന്ന ഞങ്ങളെ കുറ്റത്തെ പാഴ്സലില് പോകാൻ പറഞ്ഞു. നമുക്ക് എല്ലാവരും കൂടെ കൂടി ഷാപ്പിൽ നിന്ന് കയറാണെന്ന് പറഞ്ഞ് അവിടെ കയറി 20 ക്ലാസ് വർക്കുകളൊക്കെ അടിച്ചിട്ടാണ് അവിടുന്ന് തിരിച്ചുകൊണ്ട് പോരുന്നത്. അതൊക്കെ ജോർജന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഓരോരുത്തർ കൂടുക. എല്ലാവരും സാറിന് കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ പോകുമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ കോമരകത്ത് കല്യാണം കഴിഞ്ഞപ്പോ എല്ലാവരും കോമരകത്ത് ഞങ്ങൾ കൂടുക. ആണുങ്ങളുടെ വീട്ടിൽ പതിവ്. അന്നായിരുന്നു ഞങ്ങളുടെ ആഘോഷം ശരിയായ രീതിയിൽ. ഗ്രേസുണ്ടായി കലക്കൂരിലെ ഗ്രേസുണ്ടായുണ്ട്. കുട്ടികളുടെ നേതൃത്വത്തിൽ ഒരു കഥാപ്രസംഗവും മദ്യപില്ലാത്ത ഒത്തിട്ടാണെന്നും പറഞ്ഞ കഥാപ്രസംഗവും പരിപാടികളൊക്കെ ആയിട്ട് രാത്രി മുഴുവൻ ആഘോഷമായി. ഞങ്ങളെ സംബന്ധിച്ചുള്ളൊക്കെ അന്ന് ചാർജില്ല. ഇങ്ങനെ എല്ലാം ഓടിച്ചാണ്ട് നടക്കാതെ മാത്രമല്ല, ഞങ്ങൾക്കൊന്നും ഇല്ല. എങ്കിലും എന്നെ സംബന്ധിച്ചോളം കേൾക്കാനും ചേച്ചിയൊക്കെ
എന്നതാണ് എനിക്ക് കൂടുതൽ അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവര് 50 കൊല്ലം സന്തോഷമായിട്ടല്ല പിടിച്ചൊക്കെയായിട്ട് ഒപ്പിച്ചു കൊടുത്ത് അങ്ങനെ നടത്തേ ഈ പരുവത്തിൽ എത്തിച്ചാൽ ദൈവത്തിനും ചേച്ചിക്കും തന്നു. താങ്ക് യു. ഇങ്ങനെ വലിയ സന്തോഷമായിരുന്നു ഈ കൂടുതൽ കേൾക്കാനും കാണാനും. കത്തോലിക്ക കെട്ടിക്കാമെന്ന് കേൾക്കുമ്പോൾ ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി. എനിക്കെല്ലാവരും സന്തോഷം. അവള് തന്നെ പറഞ്ഞു എന്നെ കത്തോലിക്ക കെട്ടിച്ചാണ് ഞങ്ങളൊന്നും പോയായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പം റബ്ബർ തോട്ടത്തേക്കൂടെ ഇങ്ങനെ അടുക്കി പിടിച്ച് ഒരു പെണ്ണ് കയറി വന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അത് ആരാന്ന് ചോദിച്ചപ്പോ ഇതാ പെണ്ണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ സന്മച്ചിനെ ആദ്യമായിട്ട് അങ്ങനെ പുസ്തകം അടുക്കി പിടിച്ച് കയറി വരുന്ന ഒരു പെണ്ണിനെയാണ് കാണുന്നത്. അപ്പം സ്കൂളിൽ നിന്ന് വന്ന വഴിയാണ് ഞങ്ങൾ കാണുന്നത്, ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സന്മച്ചിയുടെ കാര്യം എന്ന് പറഞ്ഞാല് സന്മച്ചിക്ക് ഒന്നും ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. വീട്ടിൽ വരുമ്പോ കത്തി മീൻ മേടിക്കുമ്പോഴേ ഉടനെ ഒരു കത്തി എടുത്തുകൊണ്ട് ഓടും. അമ്മച്ചിയുടെ പുറകെ അമ്മച്ചി ഇതൊന്ന് പിടിക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. അപ്പൊ അമ്മച്ചി അതെല്ലാം കാണിച്ചു കൊടുക്കും. അപ്പൊ അതിന് എന്റെ അമ്മച്ചിനെ തന്നെയാണ് സ്തുതിക്കേണ്ടത്. സന്മച്ചിനെ മീൻ വെട്ടാനും എല്ലാത്തിനും പഠിപ്പിച്ചതിന്. പിന്നെ എനിക്ക് ഒന്നും പറയാനില്ല. സന്മച്ചിനെ എനിക്ക് കിട്ടിയ ദൈവം തന്നെ എനിക്ക് അനുഗ്രഹമായി തന്നെയാണ് തോന്നുന്നത്. വേറെ പറയത്തില്ല. ശരിയല്ല. ഏറ്റവും കൂടുതൽ പറ്റിച്ചിട്ടുള്ള ഞാനാണ് ഈ സൈനിക ചേച്ചിനെ. കാരണം എന്തെല്ലാം കാര്യത്തിലാണ് പറ്റിക്കാവോ. ഞാൻ പണ്ട് കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് കുളിക്കും, കളയും, മുങ്ങും. ഒരു ദിവസം മുങ്ങി കഴിഞ്ഞ് ചേച്ചി പറഞ്ഞ് എണ്ണിക്കണം പറഞ്ഞു. ഞാൻ എണ്ണി തീരുമ്പോൾ നിങ്ങൾ കാണും. ഞാനിങ്ങനെ മുങ്ങിയിട്ട് അങ്ങാപ്പുറത്ത് കടമുണ്ട്, ആ കടയിൽ കൂടെ കയറി ഞാനിങ്ങനെ ഒന്ന് പുറകെ വന്നിരിക്കുക കത്തരെ. ചേച്ചി എണ്ണ തുടങ്ങി 100 വരെയായപ്പം ഞാൻ പൊങ്ങുന്നില്ല. 100 100 അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ജോണിച്ചാ ജേബ് പൊങ്ങിയിട്ടില്ല. എന്നാന്ന് ചോദിച്ചു. പിന്നെ കാണുന്ന എടുത്ത് ഒറ്റ ചാട്ടാ ഉള്ളത്. അപ്പൊ ഞാനിവിടെ മേലിൽ നിന്ന് ചിരിച്ചു. ഞാൻ തൊട്ട് പുറകെ കൊണ്ടു. എന്റെ ചേച്ചി അങ്ങനെയാണ് ഇത് കാണുന്നത്. പിന്നെ പറ്റിക്കാവുന്ന എന്തുമാത്രം പറ്റിക്കാവോ അതെല്ലാം ഉണ്ട്. ഈ ചേച്ചിയുടെ കാര്യത്തിലാണ്. കാരണം എനിക്ക് 13 വയസ്സുള്ളായിരുന്നു. പിന്നെ ഇവര് പിന്നെ കോട്ടയത്ത് വന്ന് പയ്യനെ ഒതുക്കത്തിൽ വന്ന് മസാല ദോശ കഴിക്കായിരുന്നു. 2 ചേർത്തി എനിക്കും കൂടി. അപ്പൊ ഞാൻ കോപ്പറ്റിക്കുളയിൽ പഠിക്കുന്ന സമയത്ത് ഞാനവിടെ നിൽക്കുമ്പോൾ ആര്യഭവനിൽ കയറുമ്പോൾ ഇവരവിടെ നിൽക്കും. ഉടനെ ചേച്ചി പറയും വേണ്ട ഞാനിത് കണ്ട് കഴിയുമ്പോൾ സുമിച്ചേച്ചി പറയും വേണ്ട അവൻ കണ്ട് കേട്ടോ നമ്മളെ എന്ന് പറയും. ഉടനെ ഞാൻ പറയും എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല, എനിക്കൊരു മസാല ദോശ മേടിച്ചു തന്നെ ഓക്കെ കോംപ്രമൈസ് ചെയ്യാൻ ആരോടും പറയത്തില്ല എന്ന് പറയും. ചോദിച്ചാണ്ട് പറയരുത്, പറയല്ലോ ഒന്നും പറയത്തില്ല. അതൊക്കെ കഴിയുമ്പോൾ ഞാൻ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറയും ചോദിച്ചാൽ. അല്ലാതെ ഇതൊക്കെയാണ് എപ്പോഴേ ഓരോ കാര്യങ്ങളും. പിന്നെ ചേച്ചി ഞാനിപ്പോൾ ഓർക്കുന്നില്ല ചില കാര്യങ്ങളൊക്കെ. ചേച്ചി പറഞ്ഞ കാര്യം ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നില്ല. മീൻപെട്ട കാര്യമില്ല. ഒരു ദിവസം ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു മേറിയാനിയുണ്ട്. മേറിയാനിന്റെ മകന് ശുചിയുണ്ട്. അവൻ ഈ പരട്ടച്ചുണങ്ങ ചെറിയ ചുണങ്ങ. അപ്പൊ അവന് ഈ ചുണങ്ങ് എന്ന് പറയുന്ന സാധനം കറുത്ത ചുണങ്ങും, ബാക്കി കുറച്ച് ഭാഗം വെളുത്തുള്ളൂ. അപ്പൊ ചേച്ചിയുടെ വിചാരം ഇവനാകപ്പാടെ കുളിക്കാതിരുന്ന് ഞാപ്പാടെ ചെളിയായിട്ട് അവതരിക്കുന്നു. ഒരു ചകിരിയായിട്ട് കൊണ്ടുമൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തി തീര് തുടങ്ങി. ഇവ കരച്ചിൽ. അത് കഴിഞ്ഞപ്പോഴാണ് ചേച്ചി പറയുന്നത്. ഞാൻ പറഞ്ഞു ചേച്ചി ഇത് അവന് പരട്ടച്ചുണങ്ങ, അത് ചേച്ചി എന്നെ വിളിപ്പിക്കാൻ നോക്കിയോ. അല്ലേ എന്റെ മുന്നേ ഞാൻ ഓർഡർ ഇവന്റെ മേലത്ത് മുന്നിൽ ചെളിയായിരിക്കുന്നു. ഞാൻ ഒരു പരുവത്തിലുള്ള ആക്കാന്ന് വെച്ചാൽ രണ്ടുപേരെ കൊണ്ട് കുളിപ്പിക്കുക. അതാണ് ഇത്. പിന്നെ ഈ ജോണിച്ചാനെ കിട്ടിയത് ചേച്ചി ജോണിച്ചാന് ചേച്ചിയെ കിട്ടിയത് ഭയങ്കര ഭാഗ്യം. അതാണ് ഞാൻ പറഞ്ഞത്. ജോണിച്ചാന് ചേച്ചിയെ കിട്ടിയത് ഭയങ്കര ഭാഗ്യമായിട്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നും ഈ പരുവത്തിലല്ല വേറെ വഴി പോയാൽ. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. പിന്നെ ഇതൊക്കെയാണ് ചേച്ചിക്ക് ആപ്പുള്ള വെപ്രാളാണ് ഇവിടെ എങ്ങനെയൊക്കെ. ഇതൊക്കെ കണ്ടില്ലേ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ചേച്ചി പിണറായി വിജയനോട് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ സമ്മേളനം നടത്തും. കാരണം മുഴുവൻ ചട്ടി ചുമലയാണ്. പുള്ളിക്കാരനോട് ന്യായമായിട്ടൊരു സമ്മേളനം ഇവിടെ നടത്തും. കാരണം നടത്തിക്കഴിഞ്ഞാൽ ചേച്ചിയോട് ആദരവ് എന്തെങ്കിലും ചെയ്യുകയും ചെയ്യും. കാരണം ഇത്ര ചുമലയുള്ള ചട്ടി കവലച്ചട്ടി പിണറായിയുടെ വീട്ടിൽ പോലും കാണിയല്ല. പിണറായിയുടെ വീട്ടിൽ പോലും കാണിയല്ല. അത്
അവരൊരു സമ്മേളനം നടത്താനുള്ള കട്ടിപിടിയുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ പുള്ളിക്കാർക്ക് എങ്ങനെയാണ് അതൊക്കെ പറയുന്നില്ല. അതൊക്കെ ആരെങ്കിലും ഓരോ കാര്യങ്ങളും നമുക്ക് തന്നെ പറയാം. എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് യോജിക്കാൻ കഴിച്ചത്. അപ്പൊ ഞാൻ ഏറ്റവും ഞാൻ ഇവിടെ വളച്ചരിക്കലെ പോയി ഒരാഴ്ച എടുക്കുന്നു. ഞാനും ലിബിയും കൂടെ ഒരാഴ്ച എടുക്കുന്നു. ചേച്ചിയുടെ കൂടത്തി കൊച്ചുങ്ങൾ കൂട്ടത്തിൽ പോണല്ലോ ഒരാള്. അതാണ് ഞാൻ ഇടയ്ക്ക് പോകും. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചിയുടെ കല്യാണം വിളിക്കാൻ വേണ്ടി ചെന്നപ്പോ ഹിന്ദി ടീച്ചർ അതുകൊണ്ട് ചോദിച്ചു നീ തോറ്റുപോയെന്ന കാര്യങ്ങൾ ഞാനോട് പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു ഞാൻ ഇല്ല കല്യാണം വിളിക്കാൻ വന്നാന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചിയുടെ പരീക്ഷയ്ക്ക് തോറ്റുപോയ കാര്യമായി ടീച്ചർ ഓർമ്മ. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞില്ല ഞാൻ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് വളച്ചേരിക്ക് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്ന ഞാനാണ്. അവരൊക്കെ ആയിട്ട് കൂടുതൽ പരിചയവും എനിക്കായിരുന്നു. ഞാൻ ഒരാഴ്ചയും 1.5 നിൽക്കുവാനാണെങ്കിൽ ഞാനും ഗായച്ചേട്ടനും ഒക്കെയാണ്. ഗായച്ചേട്ടൻ പിന്നെ അങ്ങാപ്പുറത്തെ വേവസ്റ്റ് പിന്നെ മോനായി ഇതൊക്കെയായിരുന്നു എന്റെ കൂട്ട്. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ തോട്ട ഇടാൻ പോകുമായിരുന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. തുണിച്ചാന്റെ ഭാഗ്യം തുണിച്ചാൻ ഇങ്ങനെയുള്ള ദൈവത്തിന് നന്ദി പറയാം കേട്ടോ. എത്രയാണ് പറയാനുള്ളത്. ഇനി ഒരു 60 വർഷമല്ല ഒരു 100 വർഷം വേണ്ടി അങ്ങോട്ട് നിൽക്കട്ടെ എന്ന് ഓർക്കുവാണ്. ഓക്കെ, താങ്ക് യു. ഞാനിങ്ങനെ ഇവിടുത്തെ അഭിപ്രായങ്ങളും ജോണിച്ചാനെ പറ്റിയും സൈമ ചേച്ചിയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ കണ്ണ് നിറഞ്ഞ് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നെ ഇങ്ങനെ ഒഴുകിയെന്നുള്ളത്. പറയാനുള്ളത് ജോണിച്ചായനെ പറ്റിയാണ്. ജോണിച്ചായൻ ഈ കണ്ടമാനം വഴക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. എല്ലാവർക്കും ജോണിച്ചായനോടും ഭയങ്കര സ്നേഹമാണ്. എന്നാൽ കാണുന്നവരോടെല്ലാം ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നത് എടാ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, മറിച്ച മാറി കളയാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കാണാം. ജോണിച്ചായനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുനിന്നുള്ള ആ സ്നേഹമാണ് മുഴുവൻ കാണിക്കുന്നത്. ശരിക്കും സ്നേഹമുള്ള ഒരു മനുഷ്യൻ. പിന്നെ അധികം പറയുന്നില്ല. ജോണിച്ചായനും സൈനമ ചേച്ചിയെ പിന്നെ പറ്റി പറയാൻ എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഞാൻ അധികം ഇടപഴകിയിട്ടില്ല. എന്നാലും സൈനമ ചേച്ചി ചിലപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കരിമീൻ ഉണങ്ങിയതെങ്കിലും എടുത്ത് തന്നു വിടും കേട്ടോ. ഇത് കൊണ്ടുപോകാൻ പറയും. അങ്ങനെ സ്നേഹമുള്ള 2 പേരാണ്. നന്നായിട്ട് സ്നേഹം കാണിക്കുന്ന 2 പേരാണ് ഇവർ. സ്നേഹമുള്ളവരുമാണ്. 2 പേർക്കും 50ാം വാർഷികത്തിന്റെ വിവാഹ വാർഷികത്തിന്റെ ആശംസകൾ എല്ലാ തരത്തിലും നേർന്നുകൊള്ളുന്നു. പറഞ്ഞാൽ എന്നെ കെട്ടിക്കൊണ്ട് വരുമ്പം സൈനമ ചേച്ചിയായിരുന്നു വീട്ടിലുണ്ടായിരുന്നുള്ളൂ. മെസ്സേജ് പോയി ലീലാമ ചേച്ചി ഇല്ല, ഇവരാരുമില്ല. ഒരു ചേച്ചിയും ജോലിച്ചായിരുന്നു, ചാച്ചാനും ഞാനും അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് ചെഞ്ചിടി ഉണ്ടായിരുന്നു. അപ്പൊ ലിഡി വച്ചായിരുന്നു. ലിഡീനെ ഇവരുടെ കൂട്ടത്തിൽ കിടത്താൻ ഞങ്ങൾ സഭയ്ക്കരുത്. ചാച്ചാടുത്തോണ്ട് അങ്ങോട്ട് പോരും. ഞങ്ങളുടെ കൂടെയാണ് കിടത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവർ 2 പേരും കൂടി ജോർജാൻ മില്ലി പോകും. ചാച്ചാൻ ഇത് കഴിഞ്ഞ് ചന്ത വൈകുന്നേരം ആകുമ്പോൾ ഒരു പോക്കുണ്ട്. ഇവർ 2 കൂടെ പോയിച്ച് സന്ധ്യയാകുമ്പം ഒത്തിരി രാത്രിയായിട്ട് 10-10:30 ആവും ഇവര് കൂട്ടുകാരുമായിട്ട് സ്മോളൊക്കെ അടിച്ച് വരാൻ. ഇവർ 2 പേരും കൂടെ വരുമ്പോ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കും. ഞാൻ തിണ്ണാലിരിക്കും. സൈനചേച്ചി പറയും സുമയ്ക്ക് വേറെ പണിയൊന്നുമില്ല ഇവിടെ നോക്കിയിരിക്കാൻ, സുമ കയറി കിടക്കുന്നു പറയും. ഞാൻ പറയും ചേച്ചി എനിക്ക് ഇവർ വരാത്തതിന്റെ മനപ്രയാസമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇരിക്കുവാന്ന് പറയും. എനിക്ക് കൈസർ എന്ന് പറഞ്ഞൊരു പട്ടി വീട്ടിലുണ്ട്. അവൻ കൂട്ട് അവിടെ ഇരിക്കും. ചേച്ചി അകത്ത് പോയി കിടക്കും. അച്ചായം മുള്ളാനേക്കും ഞാൻ പയ്യ അകത്തോട്ട് കയറും. കാരണം അച്ഛൻ അറിയണ്ടല്ലോ ഇവര് വന്നില്ലെന്ന് അറിയണ്ടല്ലോ എന്ന് വെച്ച്. അത് കഴിഞ്ഞിട്ട് പട്ടി വരെ കേൾക്കും പറയാം ഇവർ 2 കൂടെ വരുന്നുണ്ടെന്ന്. ഇവര് വന്നു കഴിഞ്ഞ് അടുക്കളയിൽ ഒരു മേശ കിടപ്പുണ്ട്. അവിടെ ഇരുന്നാണ് ഞങ്ങൾ 4 പേരും കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഇവര് ചോറൂണ് കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകി വെച്ച് കഴിഞ്ഞാണ് ഞങ്ങൾ 2 പേരും ഞങ്ങൾ കിടക്കാൻ പോകുന്നത്. അങ്ങനെയായിരുന്നു. ഒരു നാളിൽ ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് ഇച്ചിരി കാര്യത്തിന് 2 വീട്ടിൽ നിന്ന് വന്നല്ലേ ഇച്ചിരി പൈസ കൊണ്ടായി. അതെ, അന്നേരം ഇവര് ഞങ്ങളെ 2 പേരുടെ മോഹം കണ്ടപ്പോ ഇവർക്ക് തോന്നി ഞങ്ങൾ തമ്മിൽ എന്തോ ഇച്ചിരി പിണക്കമുണ്ടെന്ന്. അപ്പം ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ 2 പേരും കൂടെ പിണക്കം തീർക്കാതെ ഞങ്ങൾ ചോറിന്റെ ഇവര് പറഞ്ഞു. ഞങ്ങൾ 2 കൂടെ കൂടി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തേച്ച് ചോറ് വളർത്തി കൊടുത്തു. ഇവരുണ്ടു. അങ്ങനെ വളരെ സ്നേഹമായിട്ട് തന്നെ ഇന്ന് വരെ
ജോണിച്ചായനാണ് ഒരു സ്വന്തം പെങ്ങളെ പോലെയാണ്. സൈൻ ചേച്ചിയാണെങ്കിലും എനിക്ക് ഒത്തിരി സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിലും. അറിയാൻ പറ്റാത്ത കാര്യമൊക്കെ ചേച്ചി പറഞ്ഞു തരും. ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. ഞങ്ങൾ തമ്മിൽ എല്ലാ സീക്രട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമായിരുന്നു. സൈൻ ചേച്ചി ഞാനും അങ്ങനെ. അല്ല, ഞങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു. ചേച്ചി ആരോടും പറയല, ഞാനും ആരോടും പറയല. അങ്ങനെ ഞങ്ങൾ വളരെ സ്നേഹം. പിന്നെ ജോമി, ലീമോളെ, ലിയ അച്ചു, അവര് തമ്മിൽ ഒരേ പ്രായക്കാരായിരുന്നു. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ചേച്ചിക്ക് പിള്ളേരെ തീറ്റുന്ന കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്ന പോലെ തന്നെ അച്ചു ലിയായ്ക്കും ചേച്ചി കൊടുക്കുമായിരുന്നു. അങ്ങനെ അത് ചാണിച്ചാനായിരുന്നു. ഇവരെ 4 പേരെയും കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. 4 പേരെയും തലമുടി കുളിപ്പിക്കുന്ന എല്ലാം അച്ഛയായിരുന്നു. അങ്ങനെ വളരെ സ്നേഹത്തിൽ ഞങ്ങൾ പോന്നു. ഇങ്ങനെ ഇന്ന് വരെ. പിന്നെ ഇവരിക്കൊണ്ട് മാറിയപ്പോ ഞങ്ങൾക്ക് പിടിച്ചകടായിരുന്നു. ഞങ്ങള് തന്നെ ഉള്ളായിരുന്നു അവിടെ. അച്ഛനും അമ്മച്ചും ഞങ്ങളും ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇനി ഒരു 50 വർഷം പറഞ്ഞാൽ ഒത്തിരി ദൂരാവും. കാരണം കുത്തിപ്പിടിച്ച് നടക്കേണ്ടി വരും. അത് വേണ്ട. ഒരു 25 വർഷം വരെ നല്ല ആരോഗ്യത്തോടുകൂടി ജോണിച്ചാനും ചേച്ചി ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ദൈവം അനുഗ്രഹിക്കട്ടെ. അത്രേ ഉള്ളൂ. ൊമ്പത് വർഷം ആഘോഷിക്കുന്ന പപ്പായ്ക്കും മമ്മിക്കും അത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണ്. കാര്യം എത്ര പേർക്ക് അത് ആഘോഷിക്കാൻ പറ്റും? അതൊന്നും അല്ല, അതൊരു ലക്കം. അത് തന്നെയല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ രീതിയിലാണെങ്കിലും ഇവിടെ വന്ന് അത് നടത്താൻ പറ്റിയതും എല്ലാ മക്കളും മരുമക്കളും കൂടിയതും അതിനും ദൈവത്തിന് വളരെയധികം നന്ദി പറഞ്ഞ് അടുത്ത ആൾക്ക് കൈമാറുന്നു. വല്ലപ്പോഴും അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഒരു സ്ഥിരം മദ്യപാന മേഖലയിലേക്ക് കൈപിടിച്ചിറക്കിയ ഈ വലിയ മനുഷ്യനെ ഉള്ളുന്നു. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും പറയണോ? നല്ല നമ്മളൊരു തമാശ രീതിയിൽ പറഞ്ഞാണ്. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു പപ്പായുടെ സ്ഥാനത്തായിരുന്നപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും പപ്പായും മമ്മിയും എന്താണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. അഗൈൻ എല്ലാവരും പറഞ്ഞ പോലെ ഈ ഒരു അവസരം വന്നു ചേർന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം അവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പോരെ, ഇനി നമുക്ക് പറയണോ? ഉണ്ടല്ലോ, അല്ല പപ്പായ്ക്കും മമ്മിക്കും ആദ്യമേ തന്നെ എല്ലാ ജന്മദിന ആശംസ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പപ്പായ്ക്കും മമ്മിക്കും ആദ്യമായി 50ാമത് വിവാഹ വാർഷിക ആശംസകൾ നേർന്നു. പപ്പായെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്നുമില്ല, 2 കാരണങ്ങളേ ഉള്ളൂ. എനിക്കില്ലാത്ത കൃത്യനിഷ്ഠ പപ്പായ്ക്കുണ്ട്. അത് ഇപ്പോൾ എന്നെ അത് ഏതാണ്ട് ഒരു 90% പപ്പായനെ പഠിപ്പിച്ചു. അത് ലീമോളോട് ചോദിച്ചാൽ ലീമോൾ എന്നെ തിരിച്ചേ പറയുള്ളൂ. കാരണം അവൾ ഇച്ചിരി താമസിച്ച് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. കാരണം പപ്പായുടെ കൺട്രോളിൽ നിന്ന് മാറിയല്ലോ. പിന്നെ വേറെ ഒന്ന്, പപ്പായ്ക്ക് ഒരൊറ്റ നിർബന്ധമുള്ളൂ, എന്തും പറഞ്ഞോ, പക്ഷെ കള്ളം പറയരുത്. ആ പോളിസിയോട് ഞാൻ 100% യോജിക്കുന്നു. അതിന്റെ പിന്തുടർന്ന് ഞാനും പോകുന്നു. അതുകൊണ്ട് ഇപ്പൊ കുമ്പസാരിക്കാൻ നേരത്തെ എന്നെ പറയേണ്ടെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥയായി. പകുതിയാക്കി. പിന്നെ മമ്മി, ഇപ്പം എന്റെ അച്ഛനും മമ്മി അടുത്തടുത്ത കാലങ്ങളിൽ ഞങ്ങളിന്ന് വേർപിരിഞ്ഞു പോയി. പിന്നീടുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രോത്സാഹനവും എല്ലാം മമ്മി മിക്കവാറും ദിവസങ്ങളിൽ വിളിച്ച് എന്റെ ഒരു അമ്മയില്ലാത്ത ഒരു വിഷമം ഇതുവരെ അറിയിക്കാതെ കൊണ്ടുനടന്നൊരു മമ്മി. പിന്നെ മമ്മിയുടെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ മാത്രമേ ഒരു സങ്കടമുള്ളൂ. വീട്ടിലെ അടുക്കളയിലെ പണി കഴിഞ്ഞാൽ ഉടനെ പുറത്തിറങ്ങി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഒരു പണിയില്ലേ.
മുറ്റടിച്ചു വരും. ആ പണി തീർക്കാൻ വേണ്ടിയിട്ട് പപ്പ ഇവിടെ ഒരു ഷെഡും കെട്ടി. ആ ഇപ്പോഴുള്ള അവസ്ഥ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഷീറ്റിന്റെ മുകളിൽ കയറി ഉമ്മ അത് അടിച്ചു വരും. അതിനും പപ്പ സമ്മതിച്ചില്ലെങ്കിൽ അടുത്ത് നട ചെടിച്ചട്ടി എടുത്ത് അപ്പുറത്തോട്ട് മാറ്റി വെക്കും. അതിനും വഴക്ക് പറയാൻ തുടങ്ങിയ ഇതിലെ മുഴുവൻ അപ്പടി ചെളിയും പൊടിയുവാ, ഇതൊന്ന് കഴുകി വൃത്തിയാക്കി പെയിന്റ് അടിക്കും. ഇനി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, എന്നെങ്കിലും അമ്മ നന്നാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവിധ ആശംസകളും വീണ്ടും ഒന്നുകൂടി നേർന്നുകൊണ്ട് ഇങ്ങനെയൊരു അപ്പനെയും അമ്മയും ഞങ്ങൾക്ക് തന്നതിൽ ദൈവത്തോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അപ്പായ്ക്കും മമ്മിക്കും വിവാഹ വാർഷിക ദിന ആശംസകൾ ഞാൻ നേരുന്നു. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പറയാനുള്ളതല്ല എന്റെ ചേച്ചിമാരും എന്റെ ആങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ തങ്കപ്പെട്ട കുഞ്ഞായതുകൊണ്ട് എന്നെ പപ്പ തല്ലിയിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലപ്പാ പറഞ്ഞു കൊടുക്ക. അപ്പാ ഞങ്ങളെ സത്യം പറഞ്ഞാൽ നല്ല സ്ട്രിക്റ്റിലാണ് പപ്പ വളർത്തിയേക്കുന്നത്. കാര്യം എല്ലാം പറഞ്ഞു തരുമായിരുന്നു. മീൻസ് തെറ്റ് എന്താണ്, ശരി എന്താണ്, നുണ പറയില്ല ഒരിക്കലും. അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞാണ് പപ്പ വളർത്തിയേക്കുന്നത്. പക്ഷെ മമ്മി ഞങ്ങളെ ഇന്ന് വരെ അങ്ങനെ തല്ലിയതായിട്ട് ഞങ്ങളുടെ ഓർമ്മയിലില്ല. വല്ലപ്പോഴും ഒരു പ്രാവശ്യം ഒന്ന് ഓടിച്ചിട്ട് തല്ലിയാലും ഞങ്ങൾ പിടികൊടുത്തിട്ടില്ല മമ്മിക്ക്. അതിന് പകരം പപ്പായുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. തല്ല് കിട്ടാത്ത ദിവസം ഉണ്ടോന്ന് ചോദിച്ചാ എനിക്ക് തോന്നുന്നത് കുറവായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം കൊമരോത്ത് എങ്ങനെയാലും ചെല്ലുക, അവരുമായിട്ട് കളിക്കുക, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ സന്തോഷം. മീൻസ് ഇവിടെ ഞങ്ങൾക്ക് ആർക്കും കൂട്ടില്ലായിരുന്നു. ഞങ്ങളുടെ കൂട്ടെല്ലാം കൊമരോത്തായിരുന്നു. ഇവിടെ വന്ന് താമസിച്ചത് ഞാൻ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇവിടെ എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നേ, അവിടെ തിന്നാ പോരായിരുന്നോ എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പോട്ട് ഈ പോലെ ഒരു പപ്പായും മമ്മിയും കിട്ടിയതിൽ ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഞാൻ ശാന്തന കുടുംബത്തിലെ ഏറ്റവും ഇളയ ആളായിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും സമയം കിട്ടിയിട്ടുള്ളതെല്ലാം അവരുടെ നല്ല സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ദൂഷ്യമായിട്ടൊന്നും പറയാനില്ല. എന്റെ മൂത്ത ചേട്ടനും ചേച്ചിയും ആയിട്ടാണ് ഞാൻ കാണുന്നത്. അവര് എന്നെ അതുപോലെ ഒരു മകളായിട്ടാണ് കരുതുന്നത്. അവർക്ക് എല്ലാവിധ വിവാഹ വാർഷികത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവത്തിന് നന്ദി. ആദ്യമേ തന്നെ പപ്പായ്ക്കും എന്റെ അമ്മാച്ചനാണ്. അമ്മാച്ചനും അമ്മായിക്കും ആദ്യം തന്നെ 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി. എന്റെ ജോണി പപ്പായാണ്, ഞാൻ ജോണി പപ്പായെന്നാണ് പപ്പാനെ വിളിക്കുന്നത്. സനിമേന്റിനെ വിളിക്കും. ഞാനാണ് മക്കള് ആരും ഇവിടെ ഇല്ലാത്തപ്പം ഞാനാണ് പുള്ളിനെ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കാറുള്ളത്. ദാഹത്തിനു വേണ്ടിയും അല്ലാതെയും ഞാൻ മാത്രമേ ഉള്ളൂ ഈ തൊട്ടടുത്തായിട്ടുള്ളൂ. അതായത് ഒരു മകളുള്ളത് കുറുപ്പന്തറയിലാണ്, അതിനേക്കാളും അടുത്താണ് ഞാൻ കൈപ്പുഴയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞാനാണ് വാട്ടർ സപ്ലൈ ആയാലും എന്താണെങ്കിലും ഞാൻ തന്നെയായിരിക്കും. ആദ്യമേ തന്നെ ഈ വീട്ടിൽ ഓടി വരുന്നത് ഞാൻ തന്നെയായിരിക്കും. അതുകൊണ്ട് എനിക്ക് അമ്മാച്ചന്മാരായിട്ട് എനിക്ക് 5 പേരുണ്ട്. 5 പേരിൽ ഒരാൾ മരിച്ചുപോയി. 5 പേരിൽ ഒരാൾ മരിച്ചുപോയി. ബാക്കി 4 പേര് ഇപ്പോഴുണ്ട്. പക്ഷെ 6 പേരിൽ എനിക്ക് ഓർമ്മയുള്ളത് പറഞ്ഞാൽ മതിയില്ലേ? ഓക്കെ. അപ്പത്തേക്ക് പിന്നെ ഒരാള് അമേരിക്കയിലാണ്, പിന്നെ 2 പേരും കോമരോത്താണ്. പക്ഷെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് എന്റെ ജോണി ഗോപാൽ. പക്ഷെ ഞാൻ എന്നും പണിയായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ വെളിയില്
ഞാൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്നെ വിളിക്കാനായിട്ട് എപ്പോഴെപ്പോഴും ഒരാളുണ്ടല്ലോ എന്നുള്ള ഒരു ബോധ്യം മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പ്രത്യേകിച്ച് എന്റെ പിള്ളേർ ഇവിടെ വരുമ്പോൾ സൈനമി ആന്റിക്ക് ഭയങ്കര സ്നേഹമാണ്. കാരണം എന്ന് വെച്ചാല് സൈനമി ആന്റിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് 3 പിള്ളേരുണ്ട്. 3 പിള്ളേരെയും ഭയങ്കര കാര്യമായിട്ട് സൈനമി ആന്റി നോക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം എനിക്ക് ഇപ്പം എന്റെ ഫാദർ മരിച്ചു പോയിട്ട് 4 കൊല്ലമായി. എനിക്ക് അതുകൊണ്ട് ജോണിപ്പോ ഒരു അമ്മാച്ചനെ ഉപരി എനിക്ക് എല്ലാം ഒരു വഴികാട്ടിയും എല്ലാമാണ്. അതുകൊണ്ട് വൺസ് അഗെയിൻ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ജോണിപ്പായ്ക്കും സൈനമി ആന്റിക്കും 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. ഹാപ്പി ബാറ്റിംഗ് ആനിവേഴ്സറി അപ്പച്ചൻ അമ്മച്ചി. ആന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് എപ്പോഴും ഇങ്ങോട്ട് വരാനായിട്ട് ആഗ്രഹിക്കും. എപ്പോഴും ഇവിടെ എല്ലാവരും പപ്പായാണെങ്കിലും മമ്മിയാണെങ്കിലും ഇവിടെ എപ്പോഴും ആഗ്രഹിക്കും. എന്റെ വൈഫാണെങ്കിലും നീണ്ടൂര് പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആദ്യമേ റെഡിയാവും. അതുപോലെ താല്പര്യമാണ് എല്ലാവരും. ജോലിച്ചായനോടും ആന്റിയോടും മത്തായി ആണെങ്കിലും ഇവിടെ എല്ലാ ജയ്ബോളാണെങ്കിലും ഒരു പ്രത്യേക ഒരു സ്നേഹമാണ് എല്ലാവർക്കും ഇവരോട്. നീണ്ടൂര് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രത്യേകിച്ച് ഇങ്ങോട്ട് വലിയൊരു താല്പര്യമാണ്. ഇവരുടെ 50ാമത്തെ വിവാഹ വാർഷികം എല്ലാവരും ആശംസകളും നേരുന്നു. ഓക്കെ. എന്റെ മൂത്ത മകന്റെ മകളെയാണ് ഞാൻ കുറിപ്പ് കൊടുത്തിരിക്കുന്നത്. ഞാൻ സുസ്മിയുടെ വല്യമ്മയാണ്. ഞങ്ങൾ 10 വർഷമായി എന്റെ മോളെ ഇവിടെ കൊടുത്തിട്ട്. ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് സന്തോഷമായിട്ട് അതുണ്ടാകത്തില്ല എന്നാണ് എന്റെ ഉറപ്പ് വിശ്വാസം. എനിക്ക് ഇവിടെ വന്നുകൂടിയ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു, നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ. പിന്നെ ഈ 50 വർഷം എന്ന് പറയുമ്പോൾ ഒത്തിരി വഴക്കുണ്ടാക്കും. നിങ്ങളുടെ അമ്മ ഒത്തിരി വഴക്കുണ്ടാക്കും. അതൊക്കെ ഒരു ഇതാണ്. അതുപോലെ തന്നെ സ്നേഹവുമുണ്ട്. ഈ മക്കളെല്ലാം ഞാൻ നല്ലോണം തല്ല് കൊടുത്തിട്ടുണ്ട്. നല്ല തല്ല് കൊടുത്തിട്ടുണ്ട് അവരല്ലേ. പിന്നെ അത് ദൈവാനുഗ്രഹം കിട്ടിയിരിക്കുന്നത് 4 മരുമക്കളുണ്ട്. നന്നായിട്ടല്ല, കുഴപ്പമില്ല. അതിന്റെ ഗുണങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഗുണങ്ങളൊക്കെ അവന്റെ ഭർത്തൃ വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. അവരെല്ലാരും അവരുടെ ഭർത്തൃ വീട്ടിൽ അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ മൂത്ത മരുമകൻ എന്ന് പറഞ്ഞാൽ അവന്റെ അപ്പനുമായിട്ട് ഞാൻ കൂട്ടായിരുന്നു. അങ്ങനെ ഒരെണ്ണം അത് കൂത്ത് അവൻ പറയുന്നത് ഒരെണ്ണം അത്. അങ്ങനെ 4 മരുമക്കളും ഒന്നിനൊന്ന് വെച്ചം. രണ്ടാമത്തത് ജംസേട്ടായി. എന്റെ മൂത്ത ചേട്ടൻ കണ്ടിരിക്കുന്നത് ജംസേട്ടായി ലീമോളുടെ അമ്മായിപ്പന്റെ പെങ്ങളെയാണ്. അപ്പൊ അതുകൊണ്ട് മാണിച്ചാൻ അന്ന് നൈജീരിയ അയക്കുമ്പോൾ അവിടുത്തെ കല്യാണങ്ങൾ മുഴുവൻ ഈ അജുവിന്റെ അപ്പന്റെ പെങ്ങന്മാരുടെ എല്ലാം കല്യാണത്തിന് മാണിച്ചാന്റെ സ്ഥാനത്ത് ഞാൻ അപകടമായിരുന്നു. അപ്പം അവരുമായിട്ട് ഭയങ്കര അടുപ്പം. പിന്നെ 3ാമത്തെ മകള് ജോമി, ഞങ്ങൾ മഞ്ജു എന്ന് വിളിക്കുന്ന കുഞ്ഞുവൻ. അവൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ച് കാപ്പി കുടിക്കും, പാട്ടും പാടിയൊക്കെ നടന്ന് പാർട്ടിയ അതിന്റെ മഞ്ഞു. അപ്പൊ ഇവരെല്ലാം കൊച്ചിനെ തൊട്ട് നമുക്കറിയാവുന്നതായിരുന്നു. 4ാമത്താണ് ഇച്ചിരി അകലെന്ന് കൊണ്ടുവന്നു കൂത്താട്ടൂളം മരുമകള്. ഒന്നും പറയണ്ട. അത് വന്നു കഴിഞ്ഞിട്ടാണ് പറ്റിപ്പോയില്ല. അവള് വന്നു കഴിഞ്ഞാൽ അവളും കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുന്ന അതേ സൈസ് തന്നെ. അതിന്റെ അവരുടെയും വളർന്നു വന്നതിന്റെ അവരുടെ അപ്പനും അമ്മയും അവരുടെ രീതി, അവരുടെ അപ്പന്റെ സഹോദരന്മാരും ഒക്കെ അവരൊരു പ്രത്യേക രീതികളാ. അവരെല്ലാരും അവിടെ ആണുങ്ങൾ ആരും ഇല്ല, ഇതെല്ലാം പെമ്പിള്ളേരാ. പിന്നെ ഇവിടെ നമുക്കുള്ള പെമ്പിൾ ഇതുള്ളൂ. ഇവിടെ വന്ന് ഇപ്പൊ അവർക്കും ദൈവാനുഗ്രഹം കൊണ്ട് ഇതുണ്ട്.
പിന്നെ 14 കൊച്ചുമക്കളുണ്ട് എനിക്ക്. അതിൽ എന്റെ പേരുകാരൻ ഒരാളുണ്ട്, ജോൺ മാറ്റി അവിടെ ഉണ്ട്. മത്തായി കുഞ്ഞിന്റെ എന്റെ പേര് തന്നെ ജോണിക്കുട്ടി അവനുണ്ട്. പിന്നെ എല്ലാവരും ഉണ്ട്, ഞങ്ങളുടെ ഇളയവനുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ആ മാമക്കൾ പറയുമ്പോൾ എല്ലാവരും ഒത്തിരി പേരുണ്ട്. അപ്പൊ എല്ലാവരും 14 പേരുടെ പേര് പറയുമ്പോൾ പ്രശ്നമാവും, വിട്ടുപോകും. അതുകൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് നല്ല മരുമക്കള്, നല്ല കൊച്ചുമക്കള് എല്ലാരും തന്നു. പിന്നെ എന്റെ സഹോദരന്മാരെന്ന് പറയുന്നത് ഞാനും ചാടിക്കുഞ്ഞെന്ന് പറയുന്നത് സഹോദരന്മാരല്ല, എന്നോടറിയാൻ. എനിക്ക് അവനെ വിളിച്ചില്ലെങ്കിൽ, 8 വിളിച്ചില്ലെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ അവനോ എല്ലാവർക്കും. അതുപോലെ എല്ലാവരോടും, ജൈവനോടും രായനോടും മനുഷ്യരോടും എല്ലാവരെയും വിളിക്കും. നീനമ്മ ഇപ്പം നീനമ്മയ്ക്ക് നാട്ടിനുമായിട്ടേ വിളിക്കുള്ളൂ, എന്നെ വിളിക്കാറില്ല. അപ്പൊ നമുക്ക് സ്വന്തം ഫോൺ ഇതായപ്പം അവര് തമ്മില്ല ഗുണഗുണ കുറ്റം പറയുന്നത് തന്നെ. അതിനുവേണ്ടി അവർ കൂടും. പിന്നെ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരാളുണ്ട്, ജോമാൻഡിയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ എല്ലാവരുടെയും ഈ ഡിഡിയുടെ കല്യാണത്തിനും എല്ലാവരുടെയും എല്ലാവിധ സഹായങ്ങളും പറ്റുന്നത് ബേബിച്ചായനും ഞങ്ങളെ അതുപോലെ സ്നേഹിച്ച ഞങ്ങളുടെ മൂത്ത ബന്ധുക്കൾ ബേബിച്ചായൻ. അവർ നന്ദി പറയാനൊക്കെയല്ല. എന്താ കുറ്റം പറയേണ്ടത്? ഞാന് ഇവിടുത്തെ ഒരേ ഒരു മകന്റെ ഭാര്യയാണ്, അതായത് ഇവരുടെ ഒരേ ഒരു മരുമകൾ. അതിന്റെ എല്ലാ അഹങ്കാരവും എനിക്കുണ്ട്. ഇവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ചു എന്റെ പിന്നെ 3 ചേച്ചിമാര് എന്തായിരിക്കും, നാത്തൂൻ പോരിന്റെ മേടായിരിക്കും എന്ന് വിചാരിച്ചാ വന്നേ. പക്ഷെ ഈ വീട്ടിൽ ഞാൻ വന്നിട്ട് ഇപ്പൊ 10 വർഷമാവുന്നു. എന്റെ ഭാഗ്യം തന്നെ ഞാൻ പറയുന്നുള്ളൂ. അത്രയും, കാരണം പപ്പായും മമ്മിയും എന്റെ പപ്പാ മമ്മീനെ പോലെ തന്നെ എനിക്ക് ഒരു വ്യത്യാസവും തോന്നിയിട്ടില്ല. അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു മമ്മിയും പപ്പായും എനിക്ക് കിട്ടി. ചേച്ചിമാരും, ഞാൻ എന്റെ അനിയത്തിമാരെ, ഞങ്ങള് 3 പെൺപിള്ളേരാണ്. ഞങ്ങൾ വളർന്നു വന്നത് എങ്ങനെയാന്ന് എന്റെ അനിയത്തിയുണ്ട് ഇവിടെ, അവരെ ഞാൻ ശരിക്കും മിസ് ചെയ്യും. പക്ഷെ ഇവര് ചേച്ചിമാരെ എന്നെ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നിട്ടില്ല. എപ്പോഴും എന്ത് കാര്യത്തിനും അവരുണ്ട്. ഇപ്പം ഞങ്ങളുടെ കൂടെ ലിഡി ചേച്ചി ഉണ്ടായിരുന്നു, നേരത്തെ ലിമോൾ ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വീട്ടിൽ വന്നത് എന്റെ ഒരു ഭാഗ്യമാണ്. പ്രത്യേകിച്ച് മമ്മിയും പപ്പായും. എനിക്ക് അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. മമ്മി ശരിക്കും എനിക്ക് ഒരു സമയം പോലും തരുന്നില്ല, അല്ലെങ്കിൽ ഒരവസരം തരുന്നില്ല. അപ്പൊ ഹാപ്പി ആനിവേഴ്സറി മമ്മി പപ്പ, അത്രേ ഉള്ളൂ. പപ്പാടെ മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി, 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി. ആദ്യമായിട്ട് അവർക്ക് നല്ലൊരു വിഷസ് അറിയിക്കുന്നു. ആ ദൈവത്തിന് നന്ദി. ഇത്ര നാള് വഴക്കുണ്ടാക്കിയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നമുക്ക് നല്ലൊരു എന്താ പറയാ, ഞങ്ങൾക്ക് നല്ലൊരു പാഠമായിരുന്നു. പാഠം ഒത്തിരി കിട്ടിയിട്ടുണ്ട്, അത് കഥകൾ വേറെ. ഈ ഇത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നാ പറയുന്നത്, എന്നാ സ്നേഹബന്ധം എന്താണെന്നും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്നും ഇവരുടെ വഴിയാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ഇവരുടെ സഹോദര ബന്ധം അത് തന്നെ ഞങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും. അത് വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഇങ്ങനെ ഒരു പപ്പായും മമ്മീനെയും കിട്ടിയ ഞങ്ങൾ 4 പേരും, അല്ലെങ്കിൽ എന്റെ അളിയന്മാരും എന്റെ ഭാര്യയും എല്ലാരും വളരെ വളരെ ഭാഗ്യം ചെയ്തവരാണ്. അളിയന്മാർക്കാണ് ഏറ്റവും ഭാഗ്യം. അതുപോട്ടെ, എന്തൊരു പിന്നെ ഇവിടെ 50ാമത്തെ വാർഷികത്തിന് എല്ലാരും വന്ന് സഹകരിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കണം. ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. താങ്ക് യു. ഇങ്ങനെ 9 വർഷം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു. വഴക്കും കഴിഞ്ഞു വന്നാലും ജോണിച്ചാൻ എന്നോട് ഭയങ്കര സ്നേഹമുണ്ട്. വഴക്കടിക്കുമെങ്കിലും എന്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണ്. ഇങ്ങനെ
ജോണിച്ചാൻ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഓരോ കുരുത്തക്കേട് കാണിക്കുന്നത്. പക്ഷേ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു മനുഷ്യൻ ജോണിച്ചാണ്. എന്റെ അപ്പനെ ഒന്നും ഞാൻ ഇത്രയും പേടിച്ചിട്ടില്ല. ഏറ്റവും പേടിച്ചുള്ള മനുഷ്യനാണ്. അത് ഉറങ്ങുമ്പോഴാണ് കുരുത്തക്കേട് ഞാൻ കാണിക്കുന്നത്. ഞങ്ങൾ പിണങ്ങി നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നല്ല ആഹാരം കിട്ടുന്നത്. എന്ന് പിണങ്ങിയോ അന്ന് നല്ല ആഹാരം, അന്ന് നല്ല സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടും. നമ്മൾ പിണങ്ങും കേട്ടോ, പിണങ്ങാനുള്ള സഹായം തുടങ്ങി തരും. പിന്നെ എനിക്ക് 4 മക്കളെയും നല്ല 4 മരുമക്കളെയും 14 കൊച്ചുമക്കളെയും കിട്ടിയതിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് എനിക്കത്. അതിന് ദൈവത്തിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. എനിക്ക് പറയാം.